നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 ഇന്ന് പോർച്ചുഗലും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ. രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ മത്സരം നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കളിയിൽ ക്രൊയേഷ്യക്കെതിരെ പോർച്ചുഗലിനായിട്ട് അവസാന നിമിഷത്തിൽ വിജയ ഗോൾ കണ്ടെത്തിയത് ഗോൺസാലോ റാമോസ് ആയിരുന്നു. എന്തായാലും ക്രിസ്ത്യാനോയെ സ്റ്റാർട്ടിംഗ് ലെവലിൽ നിന്ന് മാറ്റില്ല കോച്ച്. അപ്പോൾ അവർ രണ്ടുപേരെയും ഒരുമിച്ച് കളിപ്പിക്കാൻ തയ്യാറാകുമോ? ഇന്ന് രണ്ടുപേരെയും ഒരുമിച്ച് കളിപ്പിക്കുമോ? ചോദ്യം റോബർട്ടോ മാർട്ടിനസിനോടാണ്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഈ ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, നമുക്ക് ഓപ്പണറിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്, എതിർ ടീമിനെ കുറിച്ച്. അതോടൊപ്പം തന്നെ കളിയിലെ മൊമെൻറ്റുകളെ കുറിച്ചും നമ്മൾ നോക്കണം. അതനുസരിച്ചാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, ആരെയൊക്കെ കളിപ്പിക്കണം എന്നുള്ളത്. ഇപ്പോൾ ക്രൊയേഷ്യക്കെതിരെ ഫസ്റ്റ് ഹാഫ് വളരെ നല്ല രൂപത്തിലാണ് ഞങ്ങൾ കളിച്ചത്. പക്ഷേ നമ്മൾ ലീഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഓപ്പണൻസ് സ്കോർ ചെയ്തു. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈനാമിക്കിൽ മാറ്റം വരുത്തണം. അപ്പോൾ നമ്മൾ 2 സ്ട്രൈക്കേഴ്സിനെ വെച്ച് കളി തിരികെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. സെൻറ്റർ ബാക്സിനെ പ്രസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം അവസാനത്തിൽ നമ്മൾ ഗോൾ അടിക്കുകയും ചെയ്തു. അപ്പോൾ ഗെയിം ഡിഫറൻ്റ് ആയിരുന്നു. ക്രൊയേഷ്യ അതുപോലുള്ളൊരു ടീമാണ്. അവർ വിത്ത് ബോൾ കൈവശം വെച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്ന ടീമാണ്. അപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മിഡ്ഫീൽഡിൽ മാറ്റങ്ങൾ വരുത്തി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കളിയിലും. നമുക്ക് ന്യൂമറിക്കൽ ഡിസഡ്വാൻറ്റേജ് മധ്യനിരയിൽ വെച്ചുകൊണ്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല. സ്പെയിനെ പോലൊരു ടീമിനെതിരെ കളിക്കുമ്പോൾ മധ്യനിരയിൽ ന്യൂമറിക്കൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ മാച്ച് മൊമെൻറ്റ്സ്, ഓപ്പണൻറ്റ്, ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് ആരെയൊക്കെ കളിപ്പിക്കണം എന്ന് തീരുമാനിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതൊക്കെ താരങ്ങളാണ് നമുക്ക് വാല്യൂ ആഡ് ചെയ്യുന്നത് അതത് ഘട്ടങ്ങളിൽ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം പോർച്ചുഗൽ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റ് ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു ടീമാണ്. ടീമിന് അറ്റാക്കിംഗ് പാറ്റേൺസിൽ 2 സ്ട്രൈക്കേഴ്സിനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, 1 സ്ട്രൈക്കറെ വെച്ച് വേണമെങ്കിൽ കളിപ്പിക്കാം, 3 നമ്പർ 10സിനെ വെക്കാം, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ഫുഡ് പ്ലേയേഴ്സിനെ വെച്ച് കളിക്കാം, ഇൻസൈഡ് പ്ലേയേഴ്സിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. എന്തും ചെയ്യാനുള്ള ഒരു സ്ക്വാഡ് ഡെപ്ത് ഈ ടീമിനുണ്ട്. അപ്പം ഇതാണ് കഴിഞ്ഞ 3-3.5 കൊല്ലമായിട്ട് ഞങ്ങൾ ചെയ്യുന്നതും ആ വർക്ക് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുമുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നമ്മൾ അറ്റാക്കിംഗ് ടാക്ടിക്സ് എന്തുപയോഗിക്കണം എന്നുള്ളത് ആ കളിയുടെ സ്വഭാവം അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റിയാണ്. ഇപ്പോൾ 21 പ്ലേയേഴ്സ് ഓൾറെഡി കളിക്കളത്തിൽ ഇറങ്ങി കളിച്ചിട്ടുമുണ്ട്. പിന്നെ ഐ ബിലീവ് ദാറ്റ് ഇനാസ് യു ആൻഡ് ഗുയിഡസ് ക്യാൻ ഹെൽപ്പ് ദി ടീം എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. ചുരുക്കത്തിൽ അതിനൊരു കൃത്യമായ മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ അതിൽ മറുപടി ഉണ്ട് താനും. സ്പെയിനെ പോലൊരു ടീമിനോട് മധ്യനിരയിൽ ആളെണ്ണം കുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രൈക്കറെ വെച്ച് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. കളി പുരോഗമിക്കുമ്പോൾ ഒരു പക്ഷേ ആവശ്യമെങ്കിൽ 2 സ്ട്രൈക്കേഴ്സ് എന്ന രൂപത്തിലേക്ക് വന്നേക്കാം. അപ്പോൾ ഇന്നത്തെ കളിയിൽ എന്തായാലും ക്രിസ്ത്യാനോ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാം പകുതിയിൽ ഗോൺസാലോ റാമോസിനെയും ഉപയോഗപ്പെടുത്തും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.